ഹായ് ഓൾ, എങ്ങനെ സമൂസൊക്കെ കഴിച്ചിട്ട് എങ്ങനെ മടുത്തോ? മടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല കേട്ടോ. ഒരു സമൂസ ഷീറ്റ് കൊണ്ട് ഒരു സമൂസ കോട്ടുന്നതിന് പകരം ഇത് 3 കോട്ടിയെടുക്കാം കേട്ടോ. സമൂസ മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എന്തായിട്ടും ചെയ്ത് നോക്കണേ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 10 മുതൽ 15 ഗ്രാം നിങ്ങൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് അനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 10 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മുമ്പൊക്കെ സമൂസ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് അല്ലേ. ചിക്കനൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സമൂസക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാൻ തുടങ്ങിയത്. മുമ്പ് ഞാനും കഴിക്കാറില്ല കേട്ടോ. സമൂസൻ്റെ ഒരു ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടിയാണ് ഇത്. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് വേറെയും കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം. ഇതിലേക്ക് 1 കപ്പ് ഉള്ളി, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 1 കപ്പ് ക്യാബേജ്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. പലർക്കും സമൂസ കോട്ടാൻ അറിയില്ല അല്ലേ. അപ്പോൾ കോട്ടാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയും കൂടിയാണ് ഇത്. എന്തായിട്ടും സമൂസ കോട്ടാൻ അറിയാത്തവർക്കും കഴിച്ചു മടുത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിലേക്ക് മല്ലിയിലയും കൂടി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാട്ട് മസാല ഉണ്ടല്ലോ. ചാട്ട് മസാല നല്ലൊരു ഫ്ലേവറാണ്. എന്ത് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും നിങ്ങളൊന്ന് ചാട്ട് മസാല ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റാണ്. ചാട്ട് മസാലയും അതുപോലെ തന്നെ കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം 1 ടീസ്പൂണിൻ്റെ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 സ്ലൈസ്ഡ് ചീസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ കഴിച്ചാൽ മടുക്കാത്തൊരു ഐറ്റം കൂടിയാണിത്. എന്തായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. ചാട്ട് മസാലയിൽ നല്ല രീതിയിൽ സാൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് സാൾട്ടൊക്കെ ഇടാം കേട്ടോ. കാരണം ചാട്ട് മസാലയിലും അതുപോലെ തന്നെ ചീസിലൊക്കെ സാൾട്ട് വരുന്നുണ്ട്. ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിലും ഓക്കെ, സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ സാൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചിപ്സിൻ്റെ സമൂസ റോളാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഷീറ്റിൽ 1 സമൂസ കോട്ടുന്നതിന് പകരം ഇതിൽ 3 കോട്ടിയെടുക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ്. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. സമൂസ കോട്ടാനെല്ലാം ബുദ്ധിമുട്ടുന്നവർക്ക് എന്തായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. സമൂസ കോട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് എന്തായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ അടിപൊളി റെസിപ്പിയാണ് ഇത്. മൈദ മാവ് വെച്ചിട്ടുള്ളത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടോ, ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓൺ ദി സ്പോട്ട് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എനിക്ക് പൊതുവേ സമൂസ ഷീറ്റ് ആയാലും സ്പ്രിംഗ് റോൾ ഷീറ്റൊക്കെ ആയാലും ഓൺ ദി സ്പോട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുക. നമ്മൾ ഈ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ചില സമയം അത് ഓയിലൊക്കെ കുടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് മസാല ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഷീറ്റ്സൊക്കെ നമുക്ക് എടുത്തിട്ട് കുറച്ചൊരു 1 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. സമൂസ കോട്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പൊന്നും കിട്ടാത്തവർക്ക് എന്തായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അല്ലേ ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 4 കോർണറും കൂടി ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ സാധാരണ നമുക്ക് കാണുന്നതിൽ നിന്ന് ഒരു ഡിഫറൻറ്റും അത് രണ്ടുമാണ് കേട്ടോ ഇതിന് മെയിനായിട്ടുള്ളത്. പിന്നെ ചീസി ഫില്ലിങ്സും അതുപോലെ തന്നെ പൊട്ടാറ്റോസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയും കൂടിയാണ് കേട്ടോ ഇത്. എല്ലാവരും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഇതും കൂടി ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും എന്തായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്.
വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് റെസിപ്പി വീഡിയോസൊക്കെ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ്, നല്ല അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പി. താങ്ക് യു.